പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, ഈ പ്രഭാതത്തിൽ സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നുവല്ലോ. 770 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് കർത്താവെ പത്രോസിനോട് അങ്ങ് അരുളി ചെയ്തു. സഹോദരങ്ങൾ പലപ്പോഴും ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുമ്പോഴും ഞങ്ങളെ പലപ്പോഴും വേദനിപ്പിക്കുമ്പോഴും ഞങ്ങൾ ഓരോരുത്തരും അനീതിപരമായി അവരോട് പെരുമാറുമ്പോഴും ഒക്കെ നിൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കാരുണ്യവാനായ കർത്താവെ, കണക്ക് തീർക്കാൻ ആവശ്യപ്പെട്ട ഒരു രാജാവിനോട് സദൃശ്യപ്പെടുത്തി സ്വർഗരാജ്യം അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കടങ്ങൾ വീട്ടുന്ന സ്വർഗരാജ്യത്തിൻ്റെ അധിപനായ കർത്താവെ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നത് സ്വർഗം നഷ്ടപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ. ഇതാ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അന്യായമായി ഭൃത്യനെ പീഡിപ്പിക്കുകയും ജയിലടക്കുകയും ചെയ്ത സേവകനെ പോലെയാണ് പലപ്പോഴും. രാജാവിൽ നിന്ന് നീതി ലഭിച്ചിട്ടും ഭൃത്യന് നീതി കൊടുക്കാത്തതുപോലെ സ്വസഹോദരങ്ങൾക്കെതിരെ പലപ്പോഴും തിന്മ നിരൂപിക്കുകയും പ്രവർത്തിക്കുകയും അവരെ ഞങ്ങൾ നകറ്റുകയും ചെയ്ത അവസരങ്ങൾ ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ വേദനിപ്പിച്ചവരെയും പീഡിപ്പിച്ചവരെയും സമർപ്പിച്ചുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കും. നിൻ്റെ കാരുണ്യം വീണ്ടെടുക്കുവാൻ തക്കവിധം കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപയും അനുഗ്രഹവും കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവെ, ഇന്ന് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ട മരണമടഞ്ഞ ത്യാഗങ്ങൾ സഹിച്ച എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ കൊണ്ടുവരും. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ കൂടി ഞങ്ങൾ ആഘോഷിക്കും. 1950 നവംബർ 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ കന്യാമറിയത്തിന് പ്രത്യേക വരങ്ങൾ നൽകി അനുഗ്രഹിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സ്തുതിക്കും മരണത്തിൻ്റെയും പാപത്തിൻ്റെയും ജേതാവും നിത്യരാജാവുമായ പുത്രൻ്റെ ബഹുമാനത്തിനും മഹത്വമേറിയ അവിടുത്തെ അമ്മയുടെ മഹത്വത്തിനും അഖിലസഭയുടെ ആനന്ദത്തിനും സന്തോഷത്തിനുമായി നമ്മുടെ കർത്താവീശമിശിഹായുടെ ഭാഗ്യപ്പെട്ട ശ്ലീഹന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നമ്മുടെ അധികാരത്തോട് എപ്പോഴും കന്യകയെയും അമലോർപ്പയുമായ ദൈവമാതാവ് ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് ആവിഷ്കൃതമായ ഒരു സത്യമാകുന്നുവെന്ന് പ്രസ്താവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തതായി പിയൂസ് 12-ാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഈ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൽ അമ്മയെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപയൊഴുക്കി വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ആത്മനിറവിൽ നയിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപയായി നിറവായി ചൈനമായി ശക്തി അഭിഷേകമായി കടന്നു വരണമേ. രാജ്യത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഏവർക്കും ലഭിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.